ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു സ്റ്റഡി വ്ളോഗാണ്. എക്സാമൊക്കെ വരികയല്ലേ, വല്ലതും പഠിക്കണ്ടേ. അപ്പോൾ രാവിലെ 3 മണിയായപ്പോൾ എണീറ്റു. എന്നിട്ട് എനിക്കൊരു പഠിക്കാനൊരു മൂഡില്ല. അപ്പോൾ ഒന്ന് പോയി മേലൊക്കെ കഴുകി ക്ലോത്ത്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഓക്കെ പഠിക്കാനുള്ളൊരു എനർജി വന്നു. അങ്ങനെ നമ്മൾ കെമിസ്ട്രി എടുത്താണ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട ഒരു കെമിസ്ട്രിയുടെ ലെസൺ എടുത്തിട്ട് അത് 2 ആക്കി ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഈ ലെസൺ എനിക്ക് ഭയങ്കര വലുതായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആക്ച്വലി ഒരു 3-4 പാർട്സൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പം ഞാൻ ഈ 2 പാർട്സാക്കി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഹാഫാക്കി ഡിവൈഡ് ചെയ്തു എന്നല്ല. ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ട് കുറച്ച് കൂടുതലെടുക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ച് കഴിയുമ്പം ബാക്കി സെക്കൻഡ് പാർട്ട് പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് എങ്ങനെ? സെക്കൻഡ് പാർട്ട് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത് പഠിക്കാനുള്ള മോട്ടിവേഷൻ എനിക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് കൂടുതലെടുത്ത് ആദ്യം പഠിച്ചു തീർക്കുന്നത്. ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഫിസിക്സിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസായിട്ട് പറയുന്നുണ്ട് ഫിസിക്സിലായിരുന്നു എന്ന്. പക്ഷേ ഫിസിക്സ് അനങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മൾ കെമിസ്ട്രിയിലേക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. ആൻഡ് ഈ കാണിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ്. ഇതിൽ എത്രത്തോളം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി മര്യാദയ്ക്ക് ഒരു സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട്. കാരണം സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ എക്സാം തുടങ്ങാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ ആക്ച്വലി ഈ ഒരു വീക്ക് ഒരു 2-3 ദിവസത്തേക്ക് ഒരു ചെറിയ സ്റ്റഡി പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ഹോസ്പിറ്റൽ കേസും ഫ്യൂണറൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു 2-3-4 ദിവസം അങ്ങനെ പോയി. ആൻഡ് ആ ദിവസങ്ങൾ തന്നെയായിരുന്നു നമ്മൾ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടന്നില്ല. പിന്നെ എക്സാംസ് ഒക്കെ വരികയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. ഞങ്ങളെ ബാച്ചിനുള്ള എക്സാം എന്നാന്നുള്ള കറക്റ്റ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പഠിക്കാനുള്ള പേജ് ഇത്ര. പഠിച്ച പേജ് ഇത്ര. അയ്യോ, ഞാനിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എത്ര പേജസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വെച്ച ടാർഗറ്റിൻ്റെ പകുതിക്ക് കൂടുതലും നമ്മൾ കവർ ചെയ്തെങ്കിൽ ഒരു മനസ്സമാധാനമാണ് കാണുമ്പം. മാത്രമല്ല ഒരു മോട്ടിവേഷനും കൂടെയാണ്. ബാക്കി ഇത്തിരി പേജും കൂടെ ഉള്ളൂ, നമ്മൾ ടാർഗറ്റ് ഇപ്പം തീരും എന്നുള്ള രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 4-5-6 പ്രാവശ്യമെങ്കിലും മിനിമം എണീറ്റ് നടക്കുന്ന കൂട്ടത്തിലാണ്. ഇതിപ്പം ഇരുന്ന് എനിക്കിനി എങ്ങനെ ഇരിക്കണം എന്നറിയാണ്ട് പഠിക്കുകയാണ്. കാരണം ഞാൻ വെച്ച ടാർഗറ്റ് അവിടുന്ന് തീർത്തിട്ടേ എണീക്കൂ എന്നായിരുന്നു എൻ്റെ ഒരിത്. ഇനിയിപ്പോൾ ഞാൻ ചില സമയത്ത് ചെയറിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി ബെഡിൽ കിടന്ന് പഠിക്കും, ഇരുന്ന് പഠിക്കും, അങ്ങനെയൊക്കെ പഠിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ബെഡിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ചെയറിൽ തന്നെ കുത്തിയിരുന്ന് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഈ പഠിക്കുമ്പം എഴുതി പഠിക്കും, വായിച്ച് പഠിക്കും, വൃത്തിക്ക് എഴുതി പഠിക്കും, വൃത്തിയില്ലാതെ എഴുതി പഠിക്കും, എല്ലാം കൂടെ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി പഠിക്കും. അതാണിത്. പക്ഷേ ഈ പേപ്പർ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയെന്നൊരു വാക്ക് പോലും നമുക്ക് വായിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കൊന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ വൃത്തിക്ക് എഴുതി പഠിക്കണം. വൃത്തിക്ക് എഴുതി പഠിക്കുക എന്ന് കഴിഞ്ഞാൽ എഴുത്ത് മാത്രമേ നടക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പഠിച്ച് 3:30 പഠിക്കായിരുന്നതാണ്. കറക്റ്റ് 6:30 നമ്മൾ വെച്ച ഒരു ടാർഗറ്റ് തീർത്തു. പക്ഷേ നമ്മൾ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് പാർട്ട് തീർന്നിട്ടില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെസൺ ഫുള്ള് തീർന്നിട്ടില്ലല്ലോ. ആ ലെസൻ്റെ ഹാഫിനേക്കാളും കുറച്ച് കൂടുതലേ തീർന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനാണ് പോയത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും 3 മണിക്കൂറാണ് നമ്മൾ എടുത്തത് അത്രയും ഭാഗം തീർത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് അതൊരു റിവിഷനായിരുന്നു. പക്ഷേ റിവിഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഒന്നുകൂടെ പഠിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാനങ്ങനെ ചായ കുടിക്കലില്ല. പക്ഷേ ആ ബിസ്ക്കറ്റ് അവിടെ ഇരുന്നപ്പം ചായയും കൂടെ കിട്ടിയാൽ മുക്കി തിന്നാലോ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ പോയി ചായ ഇട്ട് കുടിച്ചു. പിന്നെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ആദ്യം ഓടിപ്പോകാറുള്ളത് ടുട്ടുവിൻ്റെ അടുത്തേക്കാണ്.
അവിടെ കെട്ടിയിട്ടേക്കുന്ന കണ്ടില്ലേ, അത് തലേ ദിവസം അവനൊരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി ക്ലാസ് കാണലാണ്. അപ്പം ഞാനൊരു 7:30 ആകുമ്പോഴേക്കും ക്ലാസ് കാണാൻ തുടങ്ങണം എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഇരുന്ന് ക്ലാസ് കാണൽ തുടങ്ങിയപ്പോഴേക്കും 8 മണിയായിപ്പോയി. കാരണം നമുക്ക് ടുട്ടുവിന് കുറച്ച് കഴിക്കാൻ കുറച്ച് സംഭവങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ഒരു സമയമായി. അങ്ങനെ സമയം പെട്ടെന്ന് അങ്ങ് പോയി. അത് ഞാൻ ഇതെല്ലാം തിരക്കൂട്ടിയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്നൊരു വെൽ പ്ലാൻഡ് ആക്കി ഒരു ദിവസം വെച്ചേക്കുവാണ്. അപ്പം അത് കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് നടക്കണം എന്നുള്ള രീതിയിൽ ഓടി ചെയ്യുമ്പോഴേക്കും സമയം നമ്മളെ കൂടെ നിൽക്കണില്ല. അപ്പം എന്തായാലും ക്ലാസ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് അടുക്കളയിൽ പോയപ്പം ഈ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഞാൻ കണ്ടു, പൊക്കി. ഇനി കഴിക്കണം. ഈ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എന്തായാലേ ചെറുതായി വരിക. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം. ഇപ്പോൾ ഭയങ്കര ചെറുതായി, ക്വാണ്ടിറ്റി കുറഞ്ഞു. ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിക്കാൻ കിടന്ന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് സഹകരിച്ച് തരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് തന്നെ പൊട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് കൊടുത്തു. നമ്മളിപ്പോൾ കറങ്ങി തിരിഞ്ഞ അവസാനം ഫിസിക്സിൽ തന്നെ എത്തി. ഫിസിക്സിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ കാണുന്നത്. ആ ക്ലാസ്സിന് ഏകദേശം ഒരു 2 hour and 10 minutes ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. എക്സാമിനറിൻ്റെ ക്ലാസ് ആയിരുന്നു ഞാൻ കാണുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2x സ്പീഡിലിട്ട് കാണുന്നത് കൊണ്ടും 10 മണിയായപ്പോൾ നമ്മളെ ക്ലാസ് കണ്ട് തീർന്നു. അതിന് ശേഷം പിന്നെയും ബ്രേക്ക് വേണമല്ലോ. അപ്പം നമ്മൾ ടുട്ടുവിനെ ഒന്ന് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ് എടുത്ത് അവന് വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ സ്ഥലം വിട്ടു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അത് കഴിക്കണം. സാധാരണ ഞാൻ ഏറ്റവും പറ്റുന്ന അത്രയും നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. പക്ഷേ ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. ആക്ച്വലി ഇതത്ര ലേറ്റൊന്നുമല്ല. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു വരുന്നത് രാവിലെ ഒരു 9 മണി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വേണ്ടത് എന്നാണ്. നമ്മൾ 10 മണി കഴിഞ്ഞിട്ട് കഴിക്കുന്നു, അത്രേ ഉള്ള വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല. സാധാരണ ഞാൻ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കലുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം കുറച്ച് ലേറ്റൊക്കെ ആയി, വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ എന്തായാലും നമ്മൾ നല്ല ആസ്വദിച്ച് ടൈം എടുത്ത് അവിടെ ടാബിൽ ഉപ്പുമുളകൊക്കെ കണ്ട് പതുക്കെ കഴിക്കുമായിരുന്നു. ആൻഡ് ഗായ്സ്, നിങ്ങൾക്കൊക്കെ August 18 വിച്ച് ഇസ് ടുമോറോ, നാളെ എക്സാം തുടങ്ങുകയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ട് വരിക. ചിലർ ഇതിനെ സീരിയസ് ആയിട്ട് കാണും, ചിലർ ഇനി ക്രിസ്മസ് എക്സാം ഒക്കെ ആയിട്ടായിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത് ഉണ്ടാവുക. അപ്പം എങ്ങനെയായാലും പഠിക്കുക, അത്രേ പറയാനുള്ളൂ. ആൻഡ് അത് തന്നെയാണ് എനിക്ക് എന്നോടും പറയാനുള്ളത്. നമ്മുടെ സ്കൂളിലെയും എക്സാമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ 12th ആ ദിവസം തന്നെയാണോ, അതായത് നമ്മളെ ബാച്ചിന് അന്ന് തന്നെയാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ രാവിലെ പഠിച്ച കെമിസ്ട്രിയുടെ ബാക്കിയാണ്. നമ്മൾ 2 പാർട്സ് ആക്കി എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ സെക്കൻഡ് പോർഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആക്ച്വലി കൂടുതൽ പേജസ് ഫസ്റ്റ് പാർട്ടിലായിരുന്നെങ്കിലും കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നത് സെക്കൻഡ് പാർട്ടിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്തായിരുന്നെങ്കിൽ ഫുൾ റിയാക്ഷൻസ് ആയിരുന്നു, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു മേളമായിരുന്നു. അത് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അതാണെങ്കിൽ കാണാണ്ട് പഠിക്കാനല്ലാണ്ട് വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ വേറെന്ത് ചെയ്യാനാ, എഴുതിയും വായിച്ചുമൊക്കെ മാറി പഠിച്ചുകൊണ്ടിരുന്നു. ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല മഴയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കൂടുതൽ ആൾക്കാർക്കും എനിക്കുൾപ്പെടെ ഈ മഴ സമയത്ത് കിടന്നുറങ്ങാനാണ് തോന്നൽ, ലൈക്ക് ഒന്നും ചെയ്യാണ്ട് നടക്കാനാണ് തോന്നൽ. പക്ഷെ ഇന്ന് ഈ മഴ ഉള്ളത് കാരണം എനിക്ക് പഠിക്കാൻ തോന്നി, എന്താണാവോ. നമ്മൾ പിന്നെ നൈസായിട്ട് ആ ടേബിളിൻ്റെ അവിടെ നിന്ന് മാറി സോഫേൻ്റെ അവിടേക്ക് എത്തി. പിന്നെ ബെഡ്റൂമിലേക്ക് മാക്സിമം കയറാണ്ടിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മഴയും പെയ്യുന്നുണ്ട്, നല്ല തണുപ്പും ഉണ്ട്. പിന്നെ കൂടെ പഠിക്കാനുള്ളത് കൊണ്ടും ബുക്കും തുറന്ന് വെച്ചങ്ങനെ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവം പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു 1/4 മണിക്കൂർ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, കുറേ ഫോൺ നോക്കി, കുറേ തേരാപ്പാര നടന്ന് സമയം കളഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ കൂന്തൽ ഫ്രൈയും ആയിരുന്നു ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ കറക്റ്റ് സമയത്ത് എന്തായാലും ചോറ് വിളമ്പി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ ഈ സംഭവം പഠിച്ച് കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കൂ എന്നുള്ളൊരു തീരുമാനത്തിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റി. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നമുക്ക് കുറച്ച് പണികളൊക്കെ തന്നു, അതൊക്കെ ചെയ്ത് തീർത്തപ്പോഴേക്കും 3 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ റെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്കും പിന്നെ 3:30 ആയി. പിന്നെ നമ്മൾ 3:30 എഴുതാനിരിക്കുകയാണ് രാവിലെ കണ്ട ക്ലാസ്. അങ്ങനെ രാവിലെ ചായയുടെ കൂടെ കഴിച്ച ബിസ്ക്കറ്റ് ബാക്കിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ കഴിച്ചുകൊണ്ട് നമുക്ക് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമൊക്കെ ഈ ക്ലാസ് കാണുമ്പം അതിൻ്റെ കൂടെ തന്നെയായിരുന്നു നോട്ട്സ് എഴുതി പോവൽ. പിന്നെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഒരു ക്ലാസ് ഇപ്പോൾ 2.5 hours ഉള്ളെങ്കിൽ ഞാൻ അതിൻ്റെ ഇരട്ടി ടൈം എടുക്കും എഴുതാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിപ്പോൾ കൂടുതലും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നതാണ് ഇഷ്ടം, ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എഴുതുന്നതാണ് ഇഷ്ടം. കാരണം ക്ലാസ് കാണുമ്പം അതിൽ തന്നെ
ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ആ ബോർഡിനകത്ത് എഴുതാത്ത കുറച്ച് കാര്യങ്ങൾ അവർ പോയിന്റ്സ് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതപ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ എഴുതിയെടുക്കാത്തത് കൊണ്ട് ആ പോയിന്റ്സ് നമ്മൾ പിന്നെ നോട്ട് എഴുതുമ്പോഴേക്കും അത് മിസ്സായി പോകും. അതെനിക്ക് കുറച്ച് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് കൊണ്ട് ഇനി അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ക്ലാസ് കാണുമ്പോൾ എനിക്ക് എഴുതാനും പറ്റില്ല, എന്നാൽ അങ്ങനത്തെ പോയിന്റ്സ് എഴുതിയെടുക്കുകയും വേണം. അങ്ങനെ 3:30 എഴുതാനിരുന്ന ഞാൻ എഴുതി കഴിഞ്ഞത് 6 മണി ആവാനായപ്പോഴാണ്. പിന്നെ നമുക്ക് ടുട്ടുവിനെ കൊണ്ട് പുറത്ത് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിട്ടേക്കുന്ന അതേ ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് പോയത്. കാരണം അത് ഓൾറെഡി പുറത്തിടുന്ന ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ വീട്ടിലിട്ട് അങ്ങോട്ട് തുടങ്ങി. കാരണം അത് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ടുട്ടുവിനെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ക്ലാസ് കാണാൻ ഇരുന്നപ്പോഴേക്കും 10 മണിയായി. ആൻഡ് ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി സൈലത്തിൻ്റെ കണ്ടിട്ടുള്ളതാണ്. പിന്നെയും എക്സാമിനറിൻ്റെ കാണുന്നത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ അലക്സാറിൻ്റെ ക്ലാസ് കണ്ടാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട സൈലത്തിൻ്റെ ക്ലാസ്സിൽ ആ ഒരു ലെസൺ ഫുള്ളി കവേർഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ഈ ഒരു ലെസൺ ഞാൻ തുടങ്ങിയപ്പം ആദ്യം എക്സാമിനറിൻ്റെ ക്ലാസ് വെച്ചാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെയിലേക്ക് പോയപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. എന്നാൽ ഈസി ആയിട്ട് തോന്നിയപ്പോൾ എനിക്ക് പിന്നെയും എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഫീൽ ചെയ്തു. എന്നാലും ഞാൻ ആ ക്ലാസ് ഫുള്ളി ഇരുന്ന് കണ്ടു, അതിൻ്റെ ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി, നോട്ട്സൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് അലക്സാറിൻ്റെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. കാരണം അലക്സാറിൻ്റെ ക്ലാസ്സിന് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കലുണ്ട്. അതൊരു 3 hour പ്ലസ് ലൈവ് ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എല്ലാ മൈന്യൂട്ട് പോയിന്റ്സ് വരെ സാർ പറഞ്ഞു തരലുണ്ട്. പ്രത്യേകിച്ച് അലക്സാറിൻ്റെ 3 hour പ്ലസ് ഡ്യൂറേഷൻ വരുന്ന ലൈവ് ആണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ടാവും. ഞാൻ അലക്സാറിൻ്റെ 1 hour ലൈവും കണ്ടിട്ടുണ്ട്, 3 hour ലൈവും കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് 3 hour ലൈവ് തന്നെയാണ്. കാരണം 1 hour ലൈവിൻ്റെ അകത്ത് അവരെല്ലാം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ച് വിടുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മെയിനായിട്ട് പറയുന്നുള്ളൂ. ഞാൻ എന്തായാലും കണ്ടുകൊണ്ടിരുന്നത് 3 hour പ്ലസ് ഡ്യൂറേഷൻ വരുന്ന ലൈവാണ്. അത് മൊത്തം ഇരുന്നൊന്നും കണ്ടില്ല. 10 മണി തൊട്ട് ഒരു 11 മണി വരെ ഇരുന്ന് കണ്ടുള്ളൂ. ബാക്കി അടുത്ത ദിവസം കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് കിടക്കാൻ പോവാണ്. അതിന് മുന്നേ നമുക്കൊരു വീഡിയോ കോൾ പാസ്സാക്കാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്യൽ ഡെയിലി. പിന്നെ കോൾ വിളിച്ചിട്ട് ഓരോരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. സോഫ്റ്റ് ടോയ്സ്, ഐസ്ക്രീംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ PYQസിൻ്റെ ആപ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ടാവും. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പം ശരി എന്നാൽ.